ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെയ്ഖ ദ ഹോം ഷെഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വെൽക്കം ടു ഷെയ്ഖ ദ ഹോം ഷെഫ്. ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇത് നമ്മുടെ പനീറാണ്. 200 ഗ്രാമിൻ്റെ പനീർ, ഒരു പനീർ ബട്ടർ മസാല. പക്ഷെ അത് നല്ല പ്രോട്ടീൻ റിച്ചായ പനീർ നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് തയ്യാറാക്കി അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു 3 കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ കുതിർത്തത്, ഒരു 10-12 കാഷ്നട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഫ്രഷ് ക്രീം, മല്ലിയില, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു മസാല, പനീർ ബട്ടർ മസാല തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതെല്ലാം ക്ലീനാക്കി എടുക്കാം. തൊലി കളഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചെറിയ ക്യൂബുകളായിട്ട് ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അത് നീളത്തിന് അരിയണ്ട, നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാ സവാളയും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ പനീറിൻ്റെ പീസിലേക്ക് ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഈ പനീർ നമുക്കൊന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചൂടുവെള്ളം ഒഴിച്ചത് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പനീർ റബ്ബർ പോലെ വെന്ത് പോകും. അങ്ങനെ കുക്ക് ചെയ്ത് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായി വരും. പനീർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് പനീർ അതിലേക്ക് ചേർക്കാം. അമുലിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടർ. ഇത് നമുക്ക് നന്നായിട്ട് ബട്ടർ പനീർ മസാല ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രധാന കണ്ടൻ്റായ പനീർ തന്നെ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മസാല ചേർക്കാനുണ്ട്. പനീർ ഒരുപാട് ഈ നമ്മുടെ പാൻ ഒരുപാട് ചൂടായി പോയാൽ പനീർ കരിഞ്ഞു പോകും. ബട്ടറും പനീറും ഒക്കെ കരിഞ്ഞു പോകും. ഇതിലേക്ക് അല്പം മുളക് പൊടി ചേർക്കാം. ഒരു പിഞ്ച് മുളക് പൊടി, ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കസ്തൂരി മേത്തിയാണ്. നമുക്ക് ഉലുവ ഉണക്കി പൊടിച്ചതാണ്. ഒരല്പം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു നുള്ള ഉപ്പ്, അത്യാവശ്യത്തിന് നമുക്ക് ബട്ടർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടിയായിപ്പോകും. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയതിന് ശേഷം, മസാലയെല്ലാം റെഡിയാക്കി പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ പനീർ അങ്ങനെ അതേ ഡയറക്റ്റായിട്ട് ചേർത്ത് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഈ രീതിയിലും ചെയ്യാം.
അല്പം മല്ലിയില ഇട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നതിന്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് മതി, ഇങ്ങനെ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതിന് സവാള എല്ലാം വഴറ്റിയെടുക്കാം. ചെറിയൊരു പീസ് ബട്ടർ ചേർക്കാം. രണ്ട് തക്കാളി ചെറുതായിട്ട്, സോറി രണ്ടല്ല, ഒരു തക്കാളി ചെറുതായിട്ട് ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്താണ്. ഇതും അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോണ്ട, കുഴഞ്ഞു പോണ്ട. നമുക്കൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റുള്ള, നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പിന്നെ ഫ്രൈഡ് റൈസിനോ എന്തിനൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണിത്. ഈ ഒരു നമ്മുടെ പനീറിൻ്റെ ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത്, തക്കാളി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നാൽ മതി. ഒരു വലിയ വെളുത്തുള്ളി അത് ചെറിയ പീസാക്കി ഇതിലേക്കിടാം. ശരിക്കും വഴറ്റി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളോട്ട് ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമ്മുടെ പനീർ മസാലയും ബട്ടർ മസാലയിലേക്ക് ഒരു ചെറിയൊരു സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറൊന്ന് മെൽറ്റായി വന്നിട്ട് അതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ കൂട്ട്, അതായത് സവാളയും പച്ചമുളകും തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അടിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു 3 കാശ്മീരി ചില്ലി വറ്റൽമുളകും പിന്നെ ഒരു 10 കാഷ്നട്ടും ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് പെട്ടെന്ന് നന്നായിട്ട് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് ഈ ചെറു ചൂടുവെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് ഇതിൽ ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്തിട്ട്, ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിക്കാം.
അഭിപ്രായമൊക്കെ അറിയിക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് കണ്ടു ഉപയോഗിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. ഇത് പനീർ കുക്കായിട്ടുണ്ട്. ഓവർ കുക്കാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പനീരിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഓരോ പീസും കട്ടിയാവാനും പാടില്ല. ഒരു റബ്ബർ പീസ് പോലെ ഓവറായിട്ട് കറക്റ്റായിട്ട്. ഇതിലേക്ക് ഞാനിപ്പം ഫ്രഷ് ക്രീം ചേർക്കാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഒരു കുറച്ച്. പ്രത്യേക ടേസ്റ്റും എല്ലാം ഫ്രഷ് ക്രീമിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു കറിയാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. മല്ലിയെല്ലാം കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. പനീർ ബട്ടർ മസാല നല്ല തിക്ക് ഗ്രേവിയോട് കൂടി അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കറി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.